നമസ്കാരം. ഓരോരുത്തരും ചെയ്യേണ്ട ജോലി അവരവർക്ക് പറഞ്ഞിട്ടുണ്ട്. ആ ജോലി ചെയ്താൽ മാത്രമേ അവർ തങ്ങളുടെ മേഖലയിൽ ശോഭിക്കുകയുള്ളൂ. സാഹചര്യങ്ങൾ കൊണ്ട് പലരും മറ്റ് ജോലിയൊക്കെ ചെയ്യുന്നുവെങ്കിലും അവരൊന്നും ആ ജോലിയിൽ ശോഭിക്കാറില്ല. പല മക്കളെയും അച്ഛനമ്മമാർ നിർബന്ധിച്ച് ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒക്കെ ആക്കാൻ ശ്രമിക്കാറുണ്ട്. പലരും പാതി വഴിയിൽ പഠനം ഉപേക്ഷിച്ച് പോയിട്ടുണ്ട്. ആ ജോലിയിൽ കോഴ്സ് പൂർത്തിയാക്കിയാൽ തന്നെ ആ ജോലിയിൽ ശോഭിക്കാതെ ഇരുന്നിട്ടുണ്ട്. പക്ഷേ മറ്റു ചിലരൊക്കെ അവർക്ക് താല്പര്യമുള്ള മേഖല തിരഞ്ഞെടുത്ത് ആ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ വിജയം കൈവരിക്കാറുമുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ കാര്യമാണ്. MV ഗോവിന്ദൻ അധ്യാപകനാണെന്നാണ് പറയപ്പെടുന്നത്. ഗോവിന്ദൻ മാഷ് എന്നാണല്ലോ അദ്ദേഹത്തെ വിളിക്കുന്നത്. അധ്യാപക വൃത്തിയിൽ ശോഭിക്കാത്തത് കൊണ്ടാണോ എന്നറിയില്ല, അദ്ദേഹം പൂർണ്ണസമയ രാഷ്ട്രീയ പ്രവർത്തകനായി. ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം മന്ത്രിയായിരുന്നു. ആ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ ആ മന്ത്രിസ്ഥാനത്തിരുന്നു കൊണ്ട് എത്രമാത്രം കഴിവുകേട് അദ്ദേഹം തൻ്റെ കഴിവുകേട് തെളിയിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയായി. CPM-ൻ്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വിഡ്ഢിത്തങ്ങൾ പറയുന്ന, ഇത്രയും കഴിവുകെട്ട ഒരു സംസ്ഥാന സെക്രട്ടറി ഇല്ല എന്നുള്ളതാണ്. മുമ്പൊക്കെ പ്രസ്താവനകൾ നടത്തുമ്പോൾ മാത്രം ഗോവിന്ദൻ്റെ ഈ വിഡ്ഢിത്തരങ്ങൾ നമ്മൾ കേട്ടാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ നടത്തുന്ന ചില ചടങ്ങുകളിലൊക്കെ ഗോവിന്ദൻ്റെ പ്രസംഗം കേട്ടാൽ ആ വിഡ്ഢിത്തരങ്ങളൊക്കെ കേട്ടാൽ മതിയായിരുന്നു. ഇതിപ്പോൾ എന്തോ ഒരു യാത്ര ഈയിടെയായി ഗോവിന്ദൻ നടത്തുന്നുണ്ട്. അപ്പോൾ ഈ യാത്രയിൽ ഉടനീളം പല വേദികളിൽ പ്രസംഗിക്കുന്നുണ്ട്. ഈ പല വേദികളിലും പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും പ്രചരിക്കുന്നുണ്ട്. ഇതൊക്കെ ഈ വിഡ്ഢിത്തരങ്ങൾ മുഴുവൻ നമ്മൾ കേൾക്കണം. ഗോവിന്ദൻ്റെ വിഡ്ഢിത്തരത്തിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് റെയിലുമായി ബന്ധപ്പെട്ട് ഷൊർണൂരിൽ നിന്ന് അപ്പമുണ്ടാക്കി സ്ത്രീകൾ കൊച്ചിയിൽ കൊണ്ടുവന്ന് വിറ്റിട്ട് ഉച്ചയ്ക്ക് മടങ്ങിപ്പോയി ഊണ് കഴിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വന്നത്, ഗോവിന്ദൻ ഇന്നലെ ഒരു പ്രസ്താവന നടത്തി. അതായത് ഇന്നലെ ഒരു പൊതുവേദിയിൽ വെച്ച് നമ്മുടെ റാപ്പർ വേടൻ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നുള്ളൊരു വാർത്ത ആദ്യമായി പുറത്തുവിട്ടത് MV ഗോവിന്ദനാണ്. നോക്കൂ, CPM-ൻ്റെ പാർട്ടി സെക്രട്ടറിയുടെ ഗതികേട്. ചടയൻ ഗോവിന്ദനും അങ്ങനെയുള്ള എത്രയോ പേർ ഇരുന്നിരുന്ന ഒരു കസേരയിലാണ് ഈ കഴിവുകെട്ട ഗോവിന്ദൻ കയറിയിരുന്ന് ഇതുപോലെയുള്ള വിഡ്ഢിത്തരങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ പറയുന്നത് എന്നോർക്കണം. ആരാണ് വേടൻ? റാപ്പർ വേടൻ എന്നൊക്കെയാണ് പലരും പറയുന്നതെങ്കിലും അദ്ദേഹത്തിന് നിരവധി ആരാധകരുണ്ടെങ്കിലും 2 സ്ത്രീപീഡന കേസിലെ പ്രതിയാണ് അയാൾ. ആ പ്രതിയെയാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കൊടുത്ത് പിണറായി വിജയൻ്റെ സർക്കാർ ആദരിച്ചത്. ആ പ്രതിയുടെ വിവാഹ വാർത്തയാണ് വളരെ അഭിമാനത്തോടു കൂടി CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി പുറത്തുവിട്ടത്. വളരെ അഭിമാനത്തോടു കൂടിയാണ് അത് ചെയ്യുന്നത്. നോക്കൂ, ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്, അതായത് പല വിഷയങ്ങളിലും ജാതീയമായും സമുദായപരമായും വർഗീയമായും ഒക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതിലെ പ്രധാന പങ്കാളികളിൽ ഒരാൾ ഈ പറയുന്ന വേടനാണ്. അയാളുടെ സംസാരങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അയാൾ മയക്കുമരുന്ന് കേസിലെ പ്രതിയാണ്, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവനാണ്. ഇപ്പോൾ അയാൾ ഉപയോഗിക്കുന്നില്ല, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അത് എത്രത്തോളം സത്യമാണ് വാസ്തവമാണെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. അത്തരത്തിലൊരു ക്രിമിനലിനെയാണ്, ക്രിമിനൽ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് 2 സ്ത്രീപീഡന കേസിലെ പ്രതിയാണ്, അതുപോലെ മയക്കുമരുന്ന് കേസിലും ഉൾപ്പെട്ടിട്ടുള്ളയാളാണ് വേടൻ. അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ കണ്ണിൽ വേടൻ ഒരു ക്രിമിനൽ മാത്രമാണ്. റാപ്പർ വേടൻ എന്തൊക്കെയോ പറയുന്നു. ഒരുപാട് മഹാരഥന്മാർ വാങ്ങിയ പുരസ്കാരമാണ് ഈ വേടന് കൊടുത്ത് അതിൻ്റെ പവിത്രത നശിപ്പിച്ചത് പിണറായി സർക്കാർ. ആ പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഇതുപോലെയുള്ള ക്രിമിനലുകളെ കുറച്ച് വോട്ടിന് വേണ്ടി ആദരിക്കുന്നത് എന്നുകൂടി ഓർക്കണം. എന്തായാലും MV ഗോവിന്ദന് പറ്റിയ പണിയാണ് അദ്ദേഹം ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വിവാഹാലോചനകളും വിവാഹം നടത്താനുള്ള ഇടനിലക്കാരനായി ഒക്കെ നിന്നു കഴിഞ്ഞാൽ ഗോവിന്ദൻ ആ മേഖലയിൽ ശോഭിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഈ ഒരു പാർട്ടി സെക്രട്ടറി ആയിരുന്നിട്ട് യാതൊരു കഴിവുമില്ലാതെ വെറും ഈ വിഡ്ഢിത്തരങ്ങൾ മാത്രം പറയാനായി മാത്രം ഈ ഒരു ഗോവിന്ദൻ ആ സ്ഥാനത്തിരിക്കുന്നതിനോട് യോജിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ മേഖല ഏതാണെന്ന്, അദ്ദേഹം അധ്യാപക വൃത്തി സ്വീകരിച്ചിരുന്നു, അധ്യാപക ജോലി ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹം മന്ത്രിയായി, പാർട്ടി സെക്രട്ടറിയായി, അങ്ങനെ പല പദവികളും വഹിച്ചു. പക്ഷേ അതിലൊന്നും ശോഭിക്കാത്ത ഗോവിന്ദൻ ഈ ഒരു ജോലിയിൽ ശോഭിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്.